എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിൽ കുളങ്ങാട്ടുപാറ കോളനിയിലെ 130ഓളം വീട്ടുകാർ ശക്തമായ സമരത്തിലാണ്. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി സാധുജനങ്ങളുടെ സ്വൈര്യജീവിതം തടസ്സപ്പെടുത്തും വിധം കുടിവെള്ളവും പരിസരവും മലിനമാക്കുന്ന പ്ലൈവുഡ് കമ്പനിക്ക് അനുമതി നൽകിയ പഞ്ചായത്തിൻ്റെയും സെക്രട്ടറിയുടെയും നിലപാടിനെതിരെയാണ് ശക്തമായി പഞ്ചായത്തിന് എതിരെ കോളനി ജനങ്ങൾ ഒറ്റക്കെട്ടായി സമരവുമായി എത്തുന്നത്. MLA നൽകിയ ഉറപ്പിലാണ് ജനങ്ങൾ. ഇതിൽ തന്നെ ബഹുമാനപ്പെട്ട MLA വന്നപ്പോൾ തന്നെ പുള്ളിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ വികാരം എന്താണെന്നും അതിൽ നിന്ന് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഈ കുടിവെള്ളവും അതുപോലെ ജലം മലിനമായി അതിൽ നിന്നുണ്ടാകുന്ന ഭവിഷ്യത്തുകളും ഈ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഗ്രാമപ്രദേശത്ത്, ഈ ചുരുങ്ങിയ ഗ്രാമപ്രദേശത്ത് ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് തുടർന്നു പോകാൻ ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല. ഈ കുഞ്ഞു കുട്ടികളൊന്നും മാത്രമല്ല, അവർക്ക് മാത്രം ജീവിച്ചാൽ പോരാ, പ്രായമായ ഞങ്ങളെപ്പോലെയുള്ള വയസ്സായ തള്ളമാർക്ക് പോലും ഇതിലെ കടന്നു പോരാൻ മേലാത്ത ഒരവസ്ഥയായി മാറിക്കൊണ്ടിരിക്കും ഈ കമ്പനി ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഭായിമാരെ കൊണ്ട് നിറഞ്ഞ് എല്ലാ ഭായിമാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. കൊച്ചു പിച്ച 1 മാസം പ്രായമായ കുട്ടികൾക്ക് പോലും ഇന്ന് ജീവിക്കാൻ മേലാത്ത ഒരു കാലഘട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന അവസരത്തിൽ ഇവിടെ ഇത്ര അടുത്ത് ഈ ഫാക്ടറി വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഒന്നാമത്തെ ഈ കോവിഡ് വാക്സിൻ എടുത്തോടുകൂടി പകുതി മുക്കാലും ജനങ്ങള് രോഗത്തിന് അടിമയായി തീർന്നിരിക്കുന്നു. അത് ഒന്നുകൂടി വഷളായി 10 വർഷം ജീവിക്കുന്നതുകൊണ്ട് 1 വർഷം ജീവിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ നിന്നും വിട പറയേണ്ട ഒരവസ്ഥ മാറി കഴിയും ഈ കമ്പനി ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ ഞങ്ങൾ ഇതിന്ന് പിന്നോട്ടില്ല. ഞങ്ങൾ പഞ്ചായത്തിൽ ഉപരോധം നടത്തി ഇനി അടുത്ത നടപടിയിലേക്ക് ഞങ്ങൾ നീങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ വോട്ട് ചെയ്യാനാണെങ്കിലും ഞങ്ങളുടെ ഈ കമ്പനിയുടെ ഇതിന് എന്തെങ്കിലും തീരുമാനമാകുന്നത് വരെ ഞങ്ങൾ വോട്ട് ചെയ്യുന്നതല്ല എന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ നടക്കുള്ളൂ. കല്ലൂർക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ 5-ാം വാർഡില് ഈ കുളങ്ങാട്ടുപാറയുടെ വിരിമാറിൽ 100-200 കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്നതിന്റെ നെഞ്ചത്ത് ഈ പ്ലൈവുഡ് കമ്പനി ഉയരുമ്പോൾ അത് കണ്ടില്ലെന്നാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പരസ്യമായിട്ട് പറയുന്നത്. 130 കുടുംബങ്ങൾക്കായി 8ഓളം കിണറുകൾ, കിണറിൽ 20-15 മോട്ടോറുകൾ. കിണർ സ്ഥിതി ചെയ്യുന്ന സമീപം ഒഴുകുന്ന തോടിന്റെ ഉത്ഭവ സ്ഥലത്ത് ചേർന്നാണ് കമ്പനിയുടെ നിർമ്മാണം. ഇവയൊന്നും പഞ്ചായത്ത് സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നില്ലെന്നാണ് കോളനി നിവാസികളുടെ സങ്കടം. ഞാൻ നിൽക്കുന്ന ഫാമാണ് കുളമ്പുതോടിന്റെ ഉത്ഭവ സ്ഥലം. ഇവിടുന്നുള്ള വെള്ളമാണ് താഴെ തോടുകളിലേക്ക് ഒഴുകി ചെല്ലുന്നത്. ഈ മുകളിൽ കാണുന്ന കമ്പനി പണിയുന്ന മണ്ണ് ലകുന്ന സ്ഥലം. പഞ്ചായത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ലൈസൻസ് എടുക്കുന്ന നേരത്തെ പഞ്ചായത്ത് കൊടുത്ത പ്ലാനിലൊന്നും ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതൊരു മെമ്പർമാർ ആരും വന്നത് കണ്ടിട്ടുമില്ല. ഇത് ഉൾപ്പെടുത്താതെയാണ് ഇവര് ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചാക്കുന്നത്. ഈ പഞ്ചായത്ത് ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ഈ ഉത്ഭവ സ്ഥാനമായ സ്ഥലം കാണിക്കാണ്ട് ഈ കമ്പനിക്ക് ഇതിന് അനുമതി കൊടുത്തത്. ഇവിടെ ഒരു തോടുണ്ട്, ഒരു 8 അടിയോളം വീതിയുള്ള ഒരു തോടാ. അത് കുമാരമംഗലം പഞ്ചായത്തും കല്ലൂർക്കാട് പഞ്ചായത്തും വേർതിരിക്കുന്ന ഒരു തോടാ. അത് പഞ്ചായത്തിന്റെയും വില്ലേജിന്റെയും ഒക്കെ മാപ്പിൽ ഉള്ളതാ. പക്ഷെ ആ തോടങ്ങനെ ഉള്ളതായിട്ട് അതിനകത്ത് കാണിച്ചിട്ടില്ല. തങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ജനപ്രതിനിധികൾ കൂട്ടുനിൽക്കുന്നതിൽ ഏറെ സങ്കടവും. അങ്കണവാടി, ഹെൽത്ത് സെന്റർ, വാട്ടർ ടാങ്ക് ഇവ കോളനിക്കുള്ളിൽ 2018 മുതൽ 2024 എത്തുമ്പോൾ 10ഓളം ക്യാൻസർ രോഗികൾ മരണപ്പെട്ടിട്ടുണ്ട്. നിലവിൽ 5ഓളം ക്യാൻസർ രോഗികൾ ചികിത്സയിലുമാണ്. ഇവിടെയാണ് ഇവരുടെ സമരം പ്രസക്തമാകുന്നത്. വീടിന്റെ തൊട്ടടുത്താണ് വന്നിരിക്കുന്നത്. പൊടിശല്യം രൂക്ഷമാണ്. വെള്ളം മോശമായിട്ട് പോകും. കിണർ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഭയങ്കരമായിട്ട് പൊടിശല്യം വരുന്നുണ്ട്. ഈ തോടാണ് നമ്മുടെ കമ്പനി വന്ന് വെള്ളം ഉത്ഭവം. കമ്പനിയുടെ തൊട്ട് പുറയിലാണ് ഉത്ഭവം. ആ ഉത്ഭവിക്കുന്ന വെള്ളമാണ് ഈ തോട്ടിക്കട വരുന്നത്. ഈ 2 തോടും കൂടുന്ന സ്ഥലമാണിത്. ഇത് വന്ന് ചാടുന്നത് ചെക്ക് ഡാമിലേക്കാണ്. കലൂര് ചെക്ക് ഡാമിലേക്കാണ്. ആ ചെക്ക് ഡാമിലെ വെള്ളമാണ് നമ്മൾ ഈ കുടിവെള്ളം 3 പഞ്ചായത്തുകാരും ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ കുടിവെള്ള സ്രോതസ് തന്നെ തോടാണ് ഈ കാണുന്നത്. ഇത് 10-15 വീട്ടുകാർ എടുക്കുന്ന കുടിവെള്ള പദ്ധതിയെ കാണുന്നത്. ഇത് തൊട്ടപ്പുറം കാണുന്നതാണ് പഞ്ചായത്ത് കിണർ. ഈ തോട്ടിക്കൂടെയാണ് ഈ മലിനം ഒഴുകാൻ പോണത്. ഞങ്ങൾ ഒത്തിരി പരാതിയിൽ കിണറുകളൊക്കെ ഞങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊരു കിണറാണ് ഈ കാണുന്നതും. തൊട്ടടുത്താണ് ഈ കാണുന്ന തോടും. ഈ തോട്ടിക്കിടാണ് മാലിന്യം ഒഴുകി വന്ന് ഈ കമ്പനിയിൽ നിന്ന് മാലിന്യം ഒഴുകി വന്ന് ചാടുന്നത്. സമീപമുള്ള സ്കൂളിൻ്റെ കാര്യവും
അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നു. 1138ഓളം വോട്ടുകൾ ഉള്ള പ്രദേശത്താണ് ഇലക്ഷൻ ബഹിഷ്കരണത്തിന് ഒരുങ്ങി സമരപ്പന്തലൊരുങ്ങുന്നത്. ഇനിയും ഇവിടുത്തെ സ്ഥിതി മനസ്സിലാക്കാത്ത ആളുകളോട് ഇവർക്ക് പറയാനുള്ളത് ഇതാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ വീഡിയോയിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ കമ്പനിക്ക് ലൈസൻസ് കൊടുത്ത അധികാരികൾ നേരിൽ വന്ന് കണ്ട് ബോധ്യപ്പെടേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് കലൂർ.